89.6 FM Sargakshetra. Happy Hours brought to you by മഹാലക്ഷ്മി സിൽക്സ് തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ. രോഗിയെ അറിഞ്ഞ് മരുന്ന് കൊടുക്കണം എന്ന് പറയില്ലേ, അതുപോലെയുള്ളൊരു സംഭവമാണ് നടന്നത് കഴിഞ്ഞ ദിവസം. അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ടേക്ക് കയറി പോരെ. ഈ ഷോയിലേക്ക് സേതുവാണ് കൂടെ. ഹാപ്പി അവേഴ്സാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വിവാഹമോചന നടപടി നടക്കുന്ന ദമ്പതിമാരോട് ഒരുമിച്ച് പുറത്തു പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി എന്നൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു റിപ്പോർട്ടാണ് ഞാനിങ്ങനെ ചുറ്റിപ്പറ്റി നോക്കിയത്. അതിൻ്റെ പുറകിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എവിടെയാണ്, അല്ലെങ്കിൽ ഏത് കാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംസാരം ഉണ്ടായെന്നൊക്കെയാണ് ഞാൻ അന്വേഷിച്ചു പോയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജസ്റ്റിസുമാർ പറഞ്ഞത് പഴയതിനെക്കുറിച്ച്, അല്ലെങ്കിൽ പഴയതിനെ എല്ലാം, കയ്പുള്ളവയെല്ലാം നമുക്കൊരു ഗുളിക പോലെ വിഴുങ്ങിക്കളഞ്ഞിട്ട് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇവരുടെ അടുത്ത് പറഞ്ഞതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് ഇവരോട് ഇങ്ങനെ ആവശ്യപ്പെട്ടത്. നിങ്ങൾ പോയിട്ടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് സന്തോഷമായിട്ട് സംസാരിച്ചിട്ടൊക്കെ വാ, അത്രയൊക്കെ ഉള്ളൂ എന്നീ പ്രശ്നം എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രോഗിയെ അറിഞ്ഞ് മരുന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അറിഞ്ഞ് നമ്മൾ പ്രതികരിക്കണം എന്നൊക്കെ പറയുന്ന പോലത്തെ കേസാണ് എനിക്ക് മനസ്സിലായത്. എല്ലാ വഴക്കുകളും വിവാഹമോചനത്തിൽ ചെന്നെത്താനുള്ളതല്ലല്ലോ. വഴക്കിടുന്ന ഒരിക്കലും ബന്ധം വേർപിരിയാനല്ലല്ലോ എന്നുള്ളതായിരിക്കും ഇവരും വിശ്വസിച്ചിരിക്കുക, അല്ലെങ്കിൽ ഇവർക്കും അതായിരിക്കും ഇവരുടെ നിഗമനം സംഭവിച്ചിരിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ഉള്ളി തൊലി പൊളിച്ച പോലെ ആയിപ്പോയി എന്ന് പറയില്ല. കാരണം പ്രത്യേകിച്ച് കണ്ടെത്താനൊന്നുമില്ല, എല്ലാം സെയിമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അതായത് ഇങ്ങനെ ഉള്ളിലേക്ക് വരുംതോറും ഒന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങനത്തേക്ക് ഒരു കേസായിരിക്കും. വലിയൊരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അബ്യൂസ് ചെയ്ത കേസുകളോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ട് രണ്ടുപേരെയും നശിപ്പിക്കാൻ ശ്രമിച്ച കേസുകളോ ഒന്നും ആയിരിക്കില്ല. വളരെ സാധാരണമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായ പ്രശ്നമായിരിക്കും എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നത്. എന്തായാലും വിവാഹമോചന കേസ് നടക്കുന്നതിനിടെ കുട്ടിയുണ്ട്, ഇവർക്ക് 3 വയസ്സാണ് കുട്ടി. അപ്പോൾ കുട്ടിയെ കൊണ്ട് വിദേശയാത്ര നടത്താനായിട്ട് അമ്മ ഒരു അനുമതി തേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അനുമതി തേടിയുള്ള ഹർജിയിലാണ്, അത് പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനൊരു ഒരു അറിയിപ്പ് ഇവരെ തേടിയെത്തി. എന്നിട്ട് പറഞ്ഞു നമുക്ക് ചൊവ്വാഴ്ച നമുക്ക് സംസാരിക്കാം, ഇനി വരുന്ന ചൊവ്വാഴ്ച നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് കേസ് തള്ളിവെച്ചു എന്നുള്ളതാണ് ഞാനും അറിഞ്ഞത്. ഈ കേസ് കേട്ടപ്പോൾ എന്തായാലും ഞാനും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആലോചിക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും പറഞ്ഞ് അവർ തമ്മിൽ ചെറിയൊരു തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിത് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു സ്പെഷ്യൽ അതിഥിയെയും കൊണ്ടാണ് നമ്മുടെ ഷോയിലേക്ക് വരാൻ പോകുന്നത്. ആരാണെന്ന് വരുന്നത്, അദ്ദേഹം എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് കേട്ടുകൊണ്ടിരിക്കൂ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. Happy Hours. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നത് നമ്മളെ ഹാപ്പി അവേഴ്സിൽ ഇന്നൊരു സ്പെഷ്യൽ അതിഥി വരുന്നുണ്ട് എന്നുള്ള കാര്യം. അതിഥി മറ്റാരുമല്ല, മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായിട്ടുള്ള ക്യാപ്റ്റൻ ജോസ് മോനാണ്. നമ്മളെല്ലാവരും ഏറെ ഫോളോ ചെയ്യുന്ന ജോസ് മോൻസ് ക്ലിക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ കടലിൻ്റെ ഉള്ളറകളിലെ വിശേഷങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഈ കാർഗോ കപ്പലുകളെ കുറിച്ചൊക്കെ നമുക്ക് ചില അറിവുകളും ഒക്കെ പകർന്നു തരുന്ന ജോസ് മോനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ബ്രദർ നമസ്കാരം. നമസ്കാരം. നമ്മൾ യൂട്യൂബിലൂടെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും യൂട്യൂബിൽ വളരെ ഗംഭീരമായിട്ടുള്ള വീഡിയോകൾ നമുക്ക് വേണ്ടി തരുന്നു എന്നുള്ളതിൽ ഒരിക്കൽ കൂടി ഞാനൊരു സന്തോഷവും ഒരു നന്ദിയൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. ശരിക്കും നമ്മളിപ്പോഴേ MCS എൽസ 3 എന്നുള്ള കപ്പലാണ് നമ്മളെ കൊച്ചി തീരത്തിന് തൊട്ടടുത്ത് വെച്ച്, അല്ലെങ്കിൽ കൊച്ചി തീരത്ത് വെച്ചിട്ട് ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ കപ്പൽ മുങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താണിത് മുങ്ങാനുണ്ടായ കാരണം? അതായത് പലരും കപ്പൽ മുങ്ങി എന്നാണ് പറയുന്നതെങ്കിലും എന്താണ് ഇതിന്റെ പുറകിലുള്ളൊരു കാരണം എന്ന് ആർക്കും അറിയില്ല. ഒന്ന് ഷെയർ ചെയ്യാവോ? MSC എൽസ 3, അതെ. ഇപ്പം സാധാരണക്കാരെ പേടിപ്പിക്കുന്ന രീതിയിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ ഒത്തിരി ന്യൂസുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പം ജനങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു കപ്പൽ ജീവനക്കാരനാണ്. എന്നിരുന്നാൽ പോലും ആ കപ്പലിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവിടുത്തെ കപ്പലിലെ ക്യാപ്റ്റനും അവിടുത്തെ ജീവനക്കാർക്കുമാണ് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത്. എന്നാൽ പോലും നമുക്ക് അനുമാനിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. സാധാരണ ഒരു കപ്പല് തുറമുഖത്തു നിന്ന് കണ്ടെയ്നർ ലോഡിങ് അല്ലെങ്കിൽ ഡിസ്ചാർജിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറംകടലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ കപ്പല് സുരക്ഷിതമായിട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ പോകുന്നത്.
അപ്പം ലോഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിലിട്ട് കഴിഞ്ഞാൽ കപ്പലിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി അറിയാൻ സാധിക്കും. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പോകുന്നില്ല. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു GM എന്നൊരു വാല്യൂ ഒക്കെ നോക്കി അത് ഓരോ കപ്പലിനും പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഓരോ കപ്പലിനും അതിന്റെ വാല്യൂസ് വേറെ വേറെയാണ്. അപ്പൊ മിനിമം ഇത്രയും വാല്യൂ വേണം എന്നുള്ളത് നിബന്ധനയുണ്ട്. അപ്പൊ അത് ചീഫ് ഓഫീസറിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇതൊക്കെ നോക്കുന്നത്. എന്നാൽ പോലും ക്യാപ്റ്റന് ഫൈനൽ അപ്രൂവൽ ഒക്കെ ചെയ്തതിനു ശേഷമാണ് കപ്പല് തുറമുഖം വിടുന്നത്. അതുപോലെ തന്നെ ഈ കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ ആണെങ്കിൽ കണ്ടെയ്നറൊക്കെ ഡെക്കിൽ ലോഡ് ചെയ്തതിനു ശേഷം അതൊക്കെ നല്ല രീതിയിൽ കെട്ടി ഉറപ്പിച്ച് ലാഷ് ചെയ്ത് ആണ് പോകുന്നത്. അല്ലെങ്കിൽ ഈ തിരയൊക്കെ അടിക്കുമ്പോൾ ഇത് വെള്ളത്തിൽ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ചെയ്തതിനു ശേഷമായിരിക്കും ആ കപ്പലും പോയത്. എന്നിരുന്നാൽ പോലും ഇപ്പം കാലാവസ്ഥ മോശമായപ്പോൾ കപ്പല് നല്ല രീതിയിൽ ആടി ഒലിഞ്ഞ സമയത്ത് ഏതൊരു ഭാഗത്തെ ഈ പറഞ്ഞ ലാഷിംഗ് മെറ്റീരിയൽ വെച്ച് ലാഷ് ചെയ്തിരിക്കുന്ന ലാഷിംഗ് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് അങ്ങനെ ഇടയ്ക്ക് പോകാറുള്ളതാണ്. അപ്പൊ അങ്ങനെ പൊട്ടിപ്പോയി കുറെ കണ്ടെയ്നറുകൾ വെള്ളത്തിൽ വീണ് കാണും. അപ്പം അതാണ് കപ്പല് അതിന്റെ മറുവശത്തേക്ക് ചെരിയാൻ കാരണം. കാരണം ഒരു ഭാഗത്ത് നിന്ന് കണ്ടെയ്നർ പോയി കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് ഇല്ലല്ലോ. അങ്ങനെയായിരിക്കും മറുവശത്തേക്ക് ചെരിയാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു GM ഒരു പോസിറ്റീവ് വാല്യൂ എപ്പോഴും വേണമെന്ന്. അപ്പൊ ഇങ്ങനെ കപ്പൽ ചെറുതായിട്ട് ചെരിയുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കും ഈ GM എന്നുള്ള സ്റ്റെബിലിറ്റി വാല്യൂ ചിലപ്പോൾ 0 ആയി പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അങ്ങനെ 0 ആയി പോകുമ്പോഴാണ് ഒരു വശത്തോട്ട് ചെരിഞ്ഞിരിക്കുന്ന കപ്പൽ പിന്നെ നൂരാതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു പഴയൊരു കപ്പലാണ്. അപ്പം എവിടുന്നേലും വെള്ളം അകത്ത് കയറാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇത്രയും ചെരിഞ്ഞ സ്ഥിതിക്ക് ജനറേറ്ററുകളൊക്കെ ട്രിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജനറേറ്ററാണ് കപ്പൽ ഓടാനും അതുപോലെ മറ്റ് പല കാര്യങ്ങൾക്കും ഉള്ള പവർ കൊടുക്കുന്നത്. അപ്പം ആ കപ്പൽ ഒരു ബ്ലാക്ക് ഔട്ട് ആയി കാണും. അപ്പൊ അതുകൊണ്ട് അവർക്ക് നമ്മുടെ സ്റ്റെബിലിറ്റിയെ നിയന്ത്രിക്കാൻ നമുക്ക് ബലാസ്റ്റ് പമ്പുകളുണ്ട് കടലിൽ നിന്ന് വെള്ളം എടുക്കാനൊക്കെ ഉള്ള. അപ്പം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി ആ പവറൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട്. അപ്പൊ ഇതിന്റെ ആക്ച്വൽ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെയും പറയുകയാണ്. അവിടുത്തെ കപ്പലിലെ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ഇതൊക്കെയാണ് സാധ്യതകൾ എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ കൂടെ വേറെ ആരോട് ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു സാധാരണ നിലയിൽ ഒരു കപ്പൽ അപകടത്തിൽ പെടുകയാണെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി എങ്ങനെയായിരിക്കും? എന്തായിരിക്കും അതായത് കാർഗോ ആയിരിക്കും ആദ്യം എടുത്തു മാറ്റേണ്ടത്, അല്ലെങ്കിൽ അതിനകത്തുള്ള ജീവനക്കാരെ ആയിരിക്കും ആദ്യം രക്ഷപ്പെടുത്തേണ്ടത്? അതിന് എന്തെങ്കിലും ഒരു പ്രോട്ടോകോൾ പരിപാടികളൊക്കെ ഉണ്ടോ? അതെ, ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അവിടുത്തെ ജീവനാണ്. കപ്പലിലെ ജീവനാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷമാണ് കപ്പൽ വരുന്നത്. കാർഗോ ഒക്കെ ഏറ്റവും അവസാനത്തെ ഇതിലാണ് വരുന്നത്. ഇപ്പം നമുക്ക് കപ്പലിലെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഇപ്പൊ കാർഗോ എടുത്ത് വെള്ളത്തിലോട്ട് എറിയണമെങ്കിൽ പോലും നമുക്ക് ജീവനാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. ജീവൻ, അതിനുശേഷം കപ്പല്, അങ്ങനെയാണ് ആ ഒരു പ്രയോറിറ്റി വൈസ് പോകുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ കപ്പൽ പുറപ്പെടാനും കപ്പൽ പുറപ്പെടുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാണ് എന്നൊക്കെ അപ്രൂവൽ കൊടുക്കുന്ന ഒരു ക്യാപ്റ്റൻ തന്നെയാണ് എൻ്റെ കൂടെ ഹാപ്പി ഹവേഴ്സിലുള്ളത്. ക്യാപ്റ്റൻ ജോസ് മോൻ ആണ് എൻ്റെ കൂടെ ഉള്ളത്. മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. എന്തായാലും നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു കാർഗോയ്ക്ക് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയേ ഉള്ളൂ, അത് അവസാനമേ നമ്മൾ രക്ഷപ്പെടുത്താൻ നോക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടം, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കുക. സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Happy Hours. ഇന്ന് ഹാപ്പി അവേഴ്സിൽ എൻ്റെ കൂടെ ഉള്ളത് ക്യാപ്റ്റൻ ജോസ് മോൻ. നമ്മൾ ജോസ് മോൻസ് ക്ലിക്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. കപ്പലിൽ എങ്ങനെയാണ് കാർഗോ പോകുന്നത്, ഇവരുടെ ജീവിതം എങ്ങനെയാണ്, ഇവർക്ക് ഫാമിലിയെ ആ ഒരു യാത്രയിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ എന്തൊക്കെയാണ് അപ്രൂവലുകൾ വേണ്ടത് മുതലായിട്ടുള്ള ഈ എന്താ പറയുക സീ ഫെയറേഴ്സിന്റെ അല്ലെ, അങ്ങനെ പറയാമല്ലോ നമുക്ക് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ ജീവിതം എങ്ങനെയാണെന്നും കടൽ എങ്ങനെയാണ് ഇവരെ സ്നേഹിക്കുന്നതും കടലിനെ ഇവരെങ്ങനെയാണ് സ്നേഹിക്കുന്നതും മുതലായ കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിലൂടെ വളരെ ഗംഭീരമായിട്ട് നമ്മളെ കാണിക്കുന്ന ആളാണ് ക്യാപ്റ്റൻ ജോസ് മോൻ. അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഇന്ന് ഹാപ്പി ഹവേഴ്സിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MSC എൽസ 3 എന്നുള്ള ആ ഒരു കപ്പൽ മുങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സംസാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രോ, ഇപ്പൊ ഞാനിപ്പോ ഈ നഷ്ടങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിലേ, ഇപ്പോ MSC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അല്ലെ, അങ്ങനത്തെ ഒരു വലിയൊരു കമ്പനിയാണത്. അപ്പൊ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു നഷ്ടം തന്നെയാണ്. ഇപ്പൊ അവരുടെ കപ്പല് ആക്ച്വലി മുങ്ങുക, അതവരുടെ എന്താ പറയുക ഒരു നിലനിൽപ്പിനെ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഒരു ഗുഡ് വില്ലിനെയും ബാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ എന്നിരുന്നാലും ഞാൻ ചോദിക്കട്ടെ, ഈ പല കമ്പനികളുടെ കണ്ടെയ്നേഴ്സ് ആയിരിക്കുമല്ലോ ഈ കപ്പലിലിരിക്കുന്നത്. അപ്പോൾ ഈ നഷ്ടം എങ്ങനെയായിരിക്കും കമ്പനികളുടെ നഷ്ടം എങ്ങനെയായിരിക്കും നികത്താൻ പോകുന്ന MSC? നമ്മുടെ വാഹനങ്ങളെയൊക്കെ ഇൻഷുർ ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ ഈ കപ്പലും അതിൽ കയറ്റുന്ന കണ്ടെയ്നറുകളെല്ലാം തന്നെ ഇൻഷുർഡ് ആണ്. ഇൻഷുറൻസ് എടുത്തിട്ടൊക്കെ തന്നെയാണ് കയറ്റാറുള്ളത്. അപ്പം ഈ നഷ്ടങ്ങളൊക്കെ ഒരു പരിധി വരെ ഇൻഷുറൻസ് കമ്പനികൾ അതിനെ നികത്തുന്നതാണ്.
അപ്പൊ അവര് തീരുമാനിക്കും എത്രമാത്രമാണ് അതിന് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് പിന്നീട് ഇൻഷുറൻസ് കമ്പനിയാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നർ കയറ്റി അയച്ച എന്താ പറയുക, ഈ കമ്പനികൾക്ക് വലിയ നഷ്ടം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നല്ലേ? അല്ല, അതൊക്കെ ഇൻഷുറൻസ് കമ്പനികൾ അവർ ഡിക്ലെയർ ചെയ്തതനുസരിച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് ഇൻഷുറൻസ് കമ്പനികൾ അതൊക്കെ നികത്തിക്കോളും. ഓക്കെ. എന്തായാലും നമ്മളിപ്പോ പല തീരങ്ങളിലേക്കും ഈ കണ്ടെയ്നേഴ്സ് അടിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശവാസികളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ക്യാപ്റ്റൻ ജോസ്മോൻ എന്തൊക്കെ അഭിപ്രായങ്ങളാണ്, എന്തൊക്കെയാണ് അവരോട് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്? നമുക്ക് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കുറെ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കാലിയായിരുന്നു. അതിൽ 12 കണ്ടെയ്നറുകളിൽ ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് കപ്പലിൽ അതിന്റെ മാനിഫെസ്റ്റോ കാര്യങ്ങളൊക്കെ കപ്പലിലെ കയറ്റുന്ന ഓരോ കണ്ടെയ്നറിന്റെയും നമ്പേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. അതിൽ നിന്ന് 12 കണ്ടെയ്നറുകൾ ഡേഞ്ചറസ് ഗുഡ്സ് ക്യാരി ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സാധാരണ ഇങ്ങനത്തെ ഡേഞ്ചറസ് ഗുഡ്സ് ഉള്ള കണ്ടെയ്നറിൽ അപ്പൊ ഏത് ക്ലാസ് ആണോ, പലതരത്തിലുള്ള ക്ലാസ്സുകളുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അതിന്റെ 4 വശങ്ങളിലും അതിന്റെ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ചിട്ടാണ് ഈ കണ്ടെയ്നറുകൾ കപ്പലിൽ കയറി വരുന്നത്. എന്നിരുന്നാൽ പോലും ഇതിപ്പോ വെള്ളത്തിൽ പോയത് കൊണ്ട് തന്നെ ഈ സ്റ്റിക്കറുകളൊക്കെ ഇളകി പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതില് ആ സ്റ്റിക്കർ വേണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മള് കരക്കടുക്കുന്ന കണ്ടെയ്നറുകളിൽ നമ്മൾ പോയി നോക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഈ പറഞ്ഞ ഡേഞ്ചറസ് ഗുഡ്സ് ഒക്കെ ഉള്ളത് ചിലപ്പോൾ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനോ ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കണ്ടെയ്നറുകൾ വരുമ്പം കൗതുകത്തിനായിട്ട് പോലും അടുത്തുപോയി നോക്കാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോ ആരായിരിക്കും ഇത് എടുത്തു മാറ്റാനൊക്കെ പോകുന്നത്? ഇപ്പൊ കരയിലേക്ക് വരുന്നതിന്റെ അതെനിക്കത് ഗവൺമെന്റ് തന്നെ ഓൾറെഡി അത് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടെന്നാണ് ചാനലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പം ചില സ്ഥലങ്ങളിൽ ക്രെയിൻ എത്താൻ പറ്റാത്ത സ്ഥലത്ത് വേറെ ബോട്ട് വെച്ച് വലിച്ചുകൊണ്ട് പോയിട്ട് മറ്റ് ക്രെയിൻ എത്താവുന്ന രീതിയിലൊക്കെ വലിക്കുന്നുണ്ട്, പൊക്കി മാറ്റുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഇപ്പം ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് ഇനിയെന്ന് പറഞ്ഞാല് ഈ കപ്പല് മുങ്ങിപ്പോയി. അപ്പം ഉള്ളിൽ കുറെ ഫ്യൂൽ ഓയിൽ, അതായത് ഇന്ധനം കുറെ കാണും. അപ്പൊ അതൊക്കെ ഒരു സമയമാകുമ്പോഴത്തേക്ക് അതൊക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജീവജാലങ്ങൾക്കൊക്കെ അതൊരു നല്ലതല്ല. കാരണം ഓയിൽ കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പക്ഷെ അതിനെ ഇപ്പം കടൽ മലിനമാകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവര് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഇത്രയും പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അവസ്ഥയും കൂടെ ഉള്ളതുകൊണ്ട് കടൽ ശാന്തമല്ലാത്തത് ഇതിന് കുറച്ച് ബുദ്ധിമുട്ടാകും ഇതൊക്കെ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കപ്പല് മുങ്ങിക്കിടക്കുന്ന ആ ഒരു ലൊക്കേഷൻ, അപ്പം പലരും ചില ചാനലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കപ്പൽ മുങ്ങിയത് കൊണ്ട് തന്നെ മുന്നോട്ടുള്ള അതിലോട്ടുള്ള യാത്രകള് മറ്റ് കപ്പലുകൾ നിർത്തിയിടേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അതാണ് എന്തായാലും ഞാൻ ഇനി ചോദിക്കാനായിട്ട് വെച്ചിരുന്ന ചോദ്യം. എന്തായാലും അതിപ്പോ നമുക്ക് റിവീൽ ചെയ്യേണ്ട, പാട്ടുകൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് എന്തായാലും ആ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാം. എന്തായാലും അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോ എന്തായാലും ഗവൺമെന്റ് തന്നെയാണ് ഇത് നോക്കേണ്ടതെന്നല്ലേ? ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മുടെ കരയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏത് ദേശത്താണോ വരുന്നത് ആ ദേശത്തെ ഗവൺമെന്റ് തന്നെയാണ് അത് നോക്കുന്നത്. അല്ലാണ്ട് കമ്പനി വന്ന് ചെയ്യണം അങ്ങനെയല്ല അല്ലെ? ഗവൺമെന്റ് ആയിരിക്കും നോക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും നേരത്തെ വിവരങ്ങൾ വെച്ചിട്ട് ആർക്കും അതിനെ ചുറ്റിപ്പറ്റി ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. എന്തായാലും വേറെ കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ നമ്മളിപ്പോ ഈ MSC ELSA 3 89.6 FM സർഗക്ഷേത്ര Happy Hours. അങ്ങനെ നമ്മൾ MSC ELSA 3 എന്നുള്ള ആ ഒരു കപ്പൽ, ചരക്ക് കപ്പലാണ്, അത് കൊച്ചി തീരത്ത് കടലിൽ മുങ്ങിയതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില വർത്തമാനങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ ഇന്ന് ക്യാപ്റ്റൻ ജോസ്മോൻസ് ക്ലിക്സ് എന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ അമരക്കാരൻ തന്നെ എൻ്റെ കൂടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരുപാട് വർഷമായിട്ട് കടലിൽ പോകുന്ന, കടലിലൂടെ കാർഗോ നിയന്ത്രിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ബ്രോ, ഈ ഒരു കപ്പൽ ഇപ്പോൾ അവിടെ മുങ്ങിയല്ലോ, ഒരു കപ്പൽ അവിടെ മുങ്ങി, ഇപ്പോഴും അതിങ്ങനെ മുങ്ങി തന്നെ നിൽക്കുവാണ്. അപ്പോൾ ബാക്കിയുള്ള ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ട്രാഫിക് ഒക്കെ എങ്ങനെയായിരിക്കും? ഇപ്പൊ ആ കപ്പല് മുങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു കപ്പലിന്റെ കോർഡിനേറ്റ്സ്, അതായത് ലൊക്കേഷൻ, ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ്, അത് നമ്മുടെ അതോറിറ്റീസിന് അറിയാം. അപ്പൊ അത് ബാക്കിയുള്ള കപ്പലുകളിലൊക്കെ ഓൾറെഡി അവര് അയച്ചു കഴിഞ്ഞു ആ ഒരു ഈ ഇന്ന സ്ഥലത്ത് കപ്പല് മുങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു അല്ലെങ്കിൽ ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ മുങ്ങിക്കിടക്കുന്ന കപ്പലിന്റെ ലൊക്കേഷൻ. ഇപ്പം ഈ കൊച്ചിയിൽ നിന്നൊക്കെ കുറച്ച് മാറിയാണ്. അത് വെച്ചാൽ നമ്മുടെ കൊച്ചിയിലോട്ട് പോകുന്ന കപ്പൽ ചാലിനൊന്നും ഇതൊന്നും ഒട്ടും ബാധിക്കുന്നില്ല. അപ്പം മറ്റ് കപ്പലുകളാണെങ്കിലും ഇത് പുറംകടലിൽ നടന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആഴത്തിലായിരിക്കും ഈ കപ്പല് മുങ്ങിയിരിക്കുന്നത്. അപ്പം ഈ മുങ്ങിയ കപ്പലിന്റെ ലൊക്കേഷനും എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതുവഴി പോകുന്ന കപ്പലുകൾക്ക് കുറച്ച് വഴിമാറി സഞ്ചരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കടലില്. നമ്മുടെ റോഡ് പോലെയല്ല, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമായി വരത്തില്ല.
പിന്നെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ. അപ്പൊ അതിനെപ്പറ്റിയുള്ള വാർണിംഗ്സും എല്ലാ കപ്പലിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കപ്പൽ നാവിഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റഡാറിലും അതുപോലെ തന്നെ നമ്മൾ വിഷ്വലി പുറത്തോട്ട് നോക്കിയും കണ്ടൊക്കെയാണ് കപ്പൽ ഓടിക്കാറുള്ളത്. അപ്പൊ ഏതെങ്കിലും ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും കണ്ടെയ്നർ വരുവാണെങ്കിൽ കപ്പൽ വഴിമാറി പോകാം, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പൊ അതൊന്നും നമ്മുടെ കപ്പൽ മുന്നോട്ടുള്ള ഇതിനൊന്നും ബാധിക്കത്തില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ്, എനിക്ക് ഈ ജോലിയുടെ ഒരു സ്വഭാവം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോ നാട്ടിലുണ്ടല്ലേ? അതെ, ഞാൻ നാട്ടിലുണ്ട്. തിരിച്ച് കയറാറായി നിൽക്കുന്നു. എന്നാണ് അടുത്ത യാത്ര തുടങ്ങുന്നത്? ഏത് ദിശയിലേക്കാണ് യാത്ര? കാര്യങ്ങളൊക്കെ പറയൂ. എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ റൂട്ട്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ തിരിച്ച് കപ്പലിൽ കയറാനുള്ള സാധ്യതയാണ്. നമുക്ക് മറ്റു ജോലികളെ പോലെയല്ല, ചിലപ്പോൾ അവസാന നിമിഷമൊക്കെ ആയിരിക്കും. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ വ്യക്തത വരുന്നത് ചിലപ്പോൾ. കാരണം കപ്പല് ഓരോ സ്ഥലമൊക്കെ ചെന്ന് ഓരോ പോർട്ടിലൊക്കെ ചെന്ന് നമ്മൾ കയറാൻ വേണ്ട അവര് കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന പോർട്ടിലെത്തുമ്പോഴാണ് നമ്മൾ കയറാറുള്ളത്. അപ്പം എന്തെങ്കിലും അതിനിടയ്ക്ക് ഇതുപോലെ വെയിറ്റിങ്ങോ ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഡേറ്റും കുറച്ച് വ്യത്യാസം കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ചിലപ്പം ടർക്കി എന്ന് പറഞ്ഞ രാജ്യത്തായിരിക്കും ചിലപ്പോൾ ഞാൻ കയറാൻ പോകുന്നത്. കയറി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ തലേദിവസമൊക്കെ ആണ് കറക്റ്റ് ആയിട്ട്, അവസാന നിമിഷമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഇൻഫർമേഷൻ കിട്ടാറ്. എവിടെ നിന്നായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. എന്തായാലും ഈ യാത്ര വളരെ ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ചോദ്യത്തിലേക്കും കൂടി നമ്മൾ കടക്കുന്നുണ്ട് പാട്ട് കഴിഞ്ഞിട്ട്. സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ഈ കണ്ടെയ്നറുകൾ അങ്ങിങ്ങായി ഒഴുകി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് മാത്രമല്ല അതിനകത്ത് ചിലപ്പോൾ പ്രശ്നക്കാരനായിട്ടുള്ള സാധനങ്ങൾ, ഫ്യൂവൽസ് ഒക്കെ പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവാം എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത് കയറ്റിവിടാനായിട്ട് മറ്റൊരു കപ്പൽ ഉടനെ തന്നെ എത്തി ഈ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോയില്ല എന്നൊരു സംശയം കൂടി ജനത്തിനുണ്ട്? അതായത് ഇതിപ്പോ സാധാരണ ഒരു ലോറി ഇപ്പൊ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ അതിനകത്തുള്ള സാധനങ്ങൾ വേറെ ലോറി വന്ന് എടുത്തുകൊണ്ട് പോകുമല്ലോ എന്ന് പറഞ്ഞ ഒരു സംശയം ഉണ്ടായേക്കാം. അപ്പൊ അതിനെയാണ് നമുക്കിനി ദൂരീകരിക്കേണ്ടത്. അത് പക്ഷേ പാട്ടുകൾ കഴിഞ്ഞാണ്. എന്റെ കൂടെയുള്ളത് ക്യാപ്റ്റൻ ജോസ്മോൻസ് ക്ലിക്സ് എന്നുള്ള യൂട്യൂബ് ചാനലിന്റെ അമരക്കാരനാണ് നമ്മുടെ കൂടെയുള്ളത്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര Happy Hours brought to you by മഹാലക്ഷ്മി സിൽക്സ് തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ. ഒരു മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനെ കയ്യിൽ കിട്ടുക, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുക, കടലിനെ കുറിച്ച് സംസാരിക്കുക. അന്തസ്, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എന്നുള്ളത് ക്യാപ്റ്റൻ ജോസ്മോനാണ്. ജോസ്മോൻസ് ക്ലിക്സിന്റെ സാരഥിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരു മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ. പുതിയ യാത്രകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചോദിക്കട്ടെ ബ്രോ, അതായത് ഞാൻ നേരത്തെ ചോദിച്ച അതേ കാര്യം തന്നെ. ഇപ്പോൾ ഒരു കാർഗോ ഷിപ്പാണ് മറിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഈ കണ്ടെയ്നേഴ്സ് ഉടനെ തന്നെ മറ്റൊരു ഷിപ്പിൽ കയറ്റി വിടാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എന്തായിരിക്കും അങ്ങനെ ഒരു നീക്കങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത്? ഞാൻ അധികം പറഞ്ഞു, നമ്മുടെ കപ്പലിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടിട്ടാണ് അത് 26 ഡിഗ്രിയോളം ചെരിഞ്ഞിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. ഉച്ചയായപ്പോഴേ ചെരിഞ്ഞിരുന്നു, കുറെ കണ്ടെയ്നർ വെള്ളത്തിൽ പോയെന്നൊക്കെ പറഞ്ഞ ഒരു അവസ്ഥ നമ്മൾ അറിഞ്ഞു. അപ്പം ഈ കപ്പല് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ലാതിരിക്കുന്ന അവസ്ഥയായിരുന്നു ആ സമയം. എന്നുവെച്ചാൽ എപ്പോ വേണമെങ്കിലും മറിയാം എന്നുള്ളൊരു അവസ്ഥ. ആ സമയത്ത് വേറൊരു കപ്പൽ ഇതിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് അഥവാ മറിയുകയാണെങ്കിൽ ഈ രണ്ടാമത് വരുന്ന കപ്പലിനും അതൊരു ഭീഷണിയാണ്. ചിലപ്പോൾ അതിനെ പ്രശ്നം ബാധിക്കാം, അതിനും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വരും. അതുകൂടാതെ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനെ പൊക്കി മാറ്റുക എന്നുള്ളത്, ഇപ്പം പൊക്കി മാറ്റാൻ കെൽപ്പുള്ള ക്രെയിനുകൾ MSC എൽസാ3 ഉണ്ടായിരുന്നുവെങ്കിലും കപ്പൽ അത്രയും ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ആ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ കടല് ഭയങ്കര പ്രക്ഷുബ്ധമായിരുന്നു. ഈ ഒരു സമയത്തൊന്നും നമുക്ക് അങ്ങനത്തെ ക്രെയിൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സാധാരണ നമ്മള് തുറമുഖത്താണല്ലോ ഈ കണ്ടെയ്നർ ലോഡിംഗ് ഡിസ്ചാർജിങ് കൂടുതലും തുറമുഖത്തുള്ള ക്രെയിൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും ആ ചില സ്ഥലങ്ങളിലൊക്കെ കപ്പലിലെ ക്രെയിൻ വെച്ചിട്ടും ഡിസ്ചാർജിങ് ഒക്കെ ചെയ്യാറുണ്ട്. അതിനാണ് ഈ പണ്ടത്തെ ഈ ചെറിയ കപ്പലുകളിലൊക്കെ ക്രെയിൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ തുറമുഖത്തുള്ള വെള്ളം വളരെ ശാന്തമായിട്ടുള്ള വെള്ളമാണ്. കപ്പൽ അങ്ങനെ ഇളകാറില്ല. അങ്ങനത്തെ അവസ്ഥയെ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഡിസ്ചാർജിങ് ലോഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല് ഭയങ്കര റഫായിരുന്നു, ഭയങ്കര പ്രക്ഷുബ്ധമായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഇത്രയും ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ പോലെ ടെക്നിക്കൽ ഇഷ്യൂസ്, അതായത് ജനറേറ്റർ, പവർ കൊടുക്കുന്ന ജനറേറ്ററുകളൊക്കെ ചിലപ്പോൾ ഓഫ് ആയിരിക്കാം. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പ്രായോഗികമായിട്ട് ക്രെയിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു ചെരിഞ്ഞിരിക്കുന്ന സമയത്ത് വേറൊരു കപ്പലിലേക്ക് കയറ്റി വിടാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ റോഡാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇത് വെള്ളമാണ്, കപ്പലിന് പറഞ്ഞ ബ്രേക്ക് കൊടുത്ത് നിൽക്കാനും പറ്റത്തില്ല, ഒഴുകി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് സാൽവേജ് എന്ന് പറഞ്ഞ ഒരു സംഭവം ആയിരുന്നു പിന്നീടുള്ളൊരു ചാൻസ്. അതായത് വേറെ ടഗൊക്കെ വന്നിട്ട് ഈ കപ്പലിനെ കെട്ടിവലിച്ചുകൊണ്ട്, അതെ. പക്ഷെ അതിനും ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്, അതിനൊക്കെ ഒത്തിരി ചെലവുള്ള കേസാണ്.
അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ, അതിന്റെ കാര്യങ്ങളൊക്കെ തുറന്നതിന് മുമ്പ് തന്നെ കപ്പല് ചിലപ്പം ഹോൾഡിലോ അതിന് ഉള്ളിലെ അറകളിലൊക്കെ വെള്ളം കയറിയായിരിക്കാം ഈ പരിപാടിയൊക്കെ തുറന്നതിന് മുമ്പ് തന്നെ കപ്പല് മുങ്ങി താണു. ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ അതിനെ പൊക്കാനൊന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് പൊക്കുന്നത് ലാഭകരമല്ല, ടോട്ടൽ ലോസ് പോലെ ആയിരിക്കും മിക്കവാറും അത് പോകുന്നത്. അതെ അതെ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ വേറൊരു കപ്പൽ ഇതിന്റെ തൊട്ടടുത്ത് വന്ന് ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടെയ്നേഴ്സ് ക്രെയിൻ ഉപയോഗിച്ച് ഈ കണ്ടെയ്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഈ പുതിയതായി വരുന്ന കപ്പലിനെയും അതിലെ ജീവനക്കാരെയും പോലും ചിലപ്പോൾ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങോട്ട് ചെരിഞ്ഞാൽ അല്ലേ? അതെ അതെ. ഈ കപ്പലില് നമ്മുടെ സാധാരണ ഒരു കപ്പലിന്റെ തൊട്ടടുത്തൊന്നും മറ്റു കപ്പല് ഒരു നിശ്ചിത ദൂരം വെച്ചിട്ടാണ് സാധാരണ കപ്പലുകൾ പോകാറുള്ളത്. ഇപ്പം ഇങ്ങനെ ഒരു കപ്പലിൽ നിന്ന് കണ്ടെയ്നർ നമുക്ക് റോഡിലൂടെ നമുക്ക് കാണാലോ സൈസ് ഒക്കെ 40 അടി കണ്ടെയ്നർ ആയിട്ട് ഒരു ട്രെയിലർ വരുമ്പോൾ തന്നെ അവിടെ ബ്ലോക്കാണ് റോഡ്, അതുപോലെ സൈസാണ്. അപ്പം അത്രയും വലിയ സാധനം ഈ നടുക്കടലിൽ അതുപോലെ ഇത്ര പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥയിൽ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, അല്ലല്ല, പ്രായോഗികമല്ല. മനസ്സിലായി. എന്തായാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ക്യാപ്റ്റന് കിട്ടിയ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കടലിൽ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ പലപ്പോഴും വളരെ ഈസി ആയിട്ട് നടുക്കടൽ എന്നൊക്കെ സാധാരണക്കാർ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾ പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നടുക്കടൽ കണ്ടിട്ടുള്ള നടുക്കടലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ക്യാപ്റ്റൻ ജോസ്മോൻ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ കടലിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടൊരു ദൃശ്യം അതൊന്ന് ഓർത്തെടുക്കാൻ പറ്റും, എന്തായിരിക്കും? കണ്ടതിൽ വെച്ച് മോനെ അടിപൊളി എന്ന് പെട്ടെന്ന് ഇങ്ങനെ തോന്നുന്ന ഒരുപാട് വർഷത്തെ സർവീസ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് പതുക്കെ ആലോചിച്ചെടുത്തിട്ട് വരണം. അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാല് 1-2 ദൃശ്യങ്ങള്, ഒന്ന് നല്ല ഈ മഴവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് റൗണ്ട് ആയിട്ട് കപ്പലിന്റെ ഫ്രണ്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതെ, അതിന്റെ നമ്മള് അങ്ങനെ വളരെ റെയർ ആയിട്ടാണ് കിട്ടാറുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഡോൾഫിൻസ് അല്ലെങ്കിൽ പിന്നെ തിമിംഗലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഷിപ്പിന്റെ അടുത്തൂടെയൊക്കെ പാസ് ചെയ്ത് പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് കൂടുതൽ മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളത്, പെട്ടെന്നുള്ള ഒരു ഓർമ്മയിൽ നിന്ന് എടുത്തത്. ഈ ജോലിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയെ അടുത്തറിയാൻ സാധിച്ചു എന്നുള്ളതും കൂടിയാണെന്നല്ലേ? ഒരു നീലാകാശം പച്ചക്കടൽ എന്നൊക്കെ പറഞ്ഞല്ലേ. സത്യം. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ, നമ്മൾ വിളിച്ചപ്പോൾ തന്നെ സംസാരിക്കാമെന്ന് ഏറ്റതിലും തിരക്കിലാണെന്ന് എനിക്കറിയാം, എന്നാൽ പോലും നമ്മൾ സംസാരിക്കാമെന്ന് കേട്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. ഞാൻ ഈ ചോദിച്ചത് മുഴുവൻ ഒരു സാധാരണക്കാരന്റെ ആംഗിളിലുള്ള സംശയങ്ങളും നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മളെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചില ലിസണേഴ്സ് പറഞ്ഞിട്ടുള്ള ചില സംശയങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മൾ ചോദിച്ചത്. അപ്പൊ എന്തായാലും അത് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തതിലും ഒരുപാട് സന്തോഷമേ. കുറച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതിനെപ്പറ്റി പറ്റുന്ന രീതിയിലൊക്കെ പറയാൻ സാധിച്ചതെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, എന്തായാലും സന്തോഷം, അടിപൊളിയായിരുന്നു. അപ്പോ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു താങ്കളുടെ ഒപ്പം ഈ ഒരു എന്താ പറയുക ഇപ്പൊ ഒരു കുറച്ചു നേരം നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഇരുന്ന് നമ്മളൊരു എലാബറേറ്റഡ് പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ അതെ, കുറച്ചും കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി വ്യക്തമാട്ടെ, എന്നിട്ട് നമുക്ക്. അതെ അതെ, അല്ല നമ്മളൊരു സീഫെയറിന്റെ അടുത്ത് നമ്മളിങ്ങനെ അത്ഭുതത്തോട് ചോദിക്കുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ദൃശ്യങ്ങളെ കുറിച്ച് ചോദിച്ച പോലെയൊക്കെ ഉള്ള ചില ചോദ്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചുകൂടി കാര്യമായിട്ടൊന്ന് ഇരിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് പലർക്കും ഈ മർച്ചന്റ് നേവി അല്ലെങ്കിൽ കടലിലെ ജോലിയെ പറ്റി പലർക്കും വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലില് ഈ മലയാളത്തില് എങ്ങനെയാണ് എന്താണ് സംഭവം എന്നുള്ള കാര്യം ഒക്കെ അതിനെപ്പറ്റി, കാരണം ഈ പലരും ഈ ജോലിയെ പറ്റിയുള്ള ഇത് അറിയാൻ മേലാതെ മർച്ചന്റ് നേവി നല്ല സുഖമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പലരും ജോലിക്ക് കയറി അവിടെ ചെല്ലുമ്പോഴാണ് അയ്യോ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാറുള്ളത്. അതുകൊണ്ടാണ് അതെ അതെ നമ്മളിപ്പം എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു ഐഡിയ വെച്ചിട്ട് അതിൽ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് അതെ ബ്ലഡ് കണ്ടാൽ തല ഇറങ്ങുന്നവർ തന്നെ നേഴ്സ് ആകാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ അതെ അതെ അതെ. അതുകൊണ്ടാണ് അപ്പം കപ്പലിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരും ആ ഒരു ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഈ കോഴ്സ് പഠിച്ചു വരിക എന്നുള്ള ഞാൻ പറഞ്ഞത്. അതെ അതെ, ചില സമയത്ത് നമ്മൾ കടലും കുറച്ച് പ്രക്ഷുബ്ധമാകും, ചില സമയത്ത് നമ്മൾ ആ സമയത്ത് നമ്മൾ എന്താ പറയണേ വളരെ ധൈര്യം സംഭരിച്ച് വർക്ക് ചെയ്യേണ്ടി വരും മുതലായ കാര്യങ്ങളൊക്കെ ആദ്യം തീരുമാനിച്ചിട്ട് മാത്രം ഈ ഒരു തൊഴിലേക്ക് ഇറങ്ങുക എന്നല്ലേ? അതെ അതെ അതെ, എന്ത് തൊഴിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ തൊഴിലും ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി വരിക, അത്രേ ഉള്ളൂ. അതെ, ഏത് തൊഴിലെടുത്താലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി സന്തോഷം. താങ്ക് യു കേട്ടോ. താങ്ക് യു. ഓക്കെ, കേട്ടോണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Happy hours. ഇതിപ്പോ വലിയ കഷ്ടായില്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ നടന്നു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കാണ് വേറെ ഒരു പ്രശ്നം വേറൊരു നാട്ടിൽ. അതായത് ആ നാട്ടിലെ കല്ല് പോലും വെറുതെ വിടുന്നില്ല ആളുകൾ എന്നുള്ളതാണ് ആ നാട്ടുകാർ പറയുന്നത്. അതെടുത്ത് പോകുന്നത് കള്ളന്മാരും അല്ല,
നമ്മളെപ്പോലെയുള്ള നാട് കാണാൻ ചെല്ലുന്ന ആൾക്കാരാണ് അവിടെ നിന്ന് ഒരു കല്ല് ഞാൻ കൊണ്ടുപോകണം എൻ്റെ പൊന്ന നാട് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു കല്ലും കൊണ്ടുപോരുന്നത്. നമ്മൾ ഈ നാടോടി കഥകളിലെ ഒരു നാട് പോലെ ഇരിക്കുന്ന സ്ഥലം എന്നുള്ള പേരിൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ബെൽജിയമിലെ ബ്രൂഷ് എന്നുള്ളൊരു സ്ഥലം. ഒരു കനാൽ നഗരം എന്നൊക്കെ പറയാം. അതിൻ്റെ തൊട്ടടുത്ത് കനാലൊക്കെയാണ്. അപ്പോൾ ബ്രൂഷ് എന്നുള്ള നഗരമാണിപ്പോൾ ആളുകൾ അവിടെ നിന്ന് സാധനങ്ങൾ കല്ലുകൾ എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു രീതിയിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ തെരുവ് നിരത്തുകളിൽ വിരിച്ചിരിക്കുന്ന പാകിയിരിക്കുന്ന കല്ലുകളാണ്, ചെറു കല്ലുകളാണ് ആളുകൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ചില നാടുകളൊക്കെ സന്ദർശിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഫ്രിഡ്ജിൽ ഒട്ടിക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ വാങ്ങി വരും, ചില പേപ്പേഴ്സ് അവിടെ നിന്ന് കൊണ്ടുവരും, ചില ഫോട്ടോസ് അവിടെ നിന്ന് കൊണ്ടുവരും. അല്ലെങ്കിൽ അവിടുത്തെ മാത്രം ഇപ്പോൾ നമ്മൾ നേപ്പാളൊക്കെ സന്ദർശിക്കുമ്പോഴേക്കും ഖൂർക്കന്മാർ ഉപയോഗിച്ചിരിക്കുന്ന കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുവരാറുണ്ട്. എൻ്റെ ചേട്ടനും കൊണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ചിട്ടുണ്ട് അവിടെ ഞാൻ പറയുന്നത്. അപ്പോൾ മീൻസ് അങ്ങനെയാണ് ഞാൻ എന്താ പറയുക, അതാണ് നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ആളുകൾ ചെയ്ത് കാണാത്തൊരു കാര്യം തന്നെയാണ്. യുനെസ്കോയുടെ പൈതൃക നഗരങ്ങളുടെ പട്ടികയിലുള്ള നാടാണ് ബ്രൂഷ്. ഇവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഈ കല്ലുകൾ ഇനിയിപ്പോൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ വേറെ അവിടെ കൊണ്ടുവന്നത് ഇടണമെങ്കിൽ ഒന്നിന് 17,000 രൂപ വേണം എന്നുള്ളതാണ്. INR ഇന്ത്യൻ റുപ്പിയാണ് പറയുന്നത്. 17,000 രൂപയാണ് ഒരു കല്ല് തിരിച്ചു പാകാനായിട്ടവിടെ വേണ്ടതെന്നാണ് പറയുന്നത്. കോബിൾ സ്റ്റോൺ എന്ന കല്ലാണ് ഇവിടെ നിരത്തുകളിലുള്ളത്. പണ്ടിട്ടോ ഒരുപാട് വർഷം മുമ്പ് വിരിച്ചിരിക്കുന്ന കല്ലാണ്, പുതിയതൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Happy hours. കാര്യം ഇലോൺ മസ്കിനെ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും പുള്ളിയുടെ ചില നയങ്ങൾ അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതായത് എംപ്ലോയീസിനോടുള്ള സമീപനമൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് എലോൺ മസ്കിന് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തത്. കാരണം പുള്ളി എംപ്ലോയീസിനോട് വേണ്ട രീതിയിൽ നല്ലപോലെ പെരുമാറുന്നുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും അത് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പല റിപ്പോർട്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ സ്റ്റാർലിങ്കിനെ കുറിച്ച് അറിയുന്നു. സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ ഉടനെ തന്നെ വരാൻ പോകുന്നു എന്ന് അറിയുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ എലോൺ മസ്കിൻ്റെ കമ്പനികളെ കുറിച്ച് നോക്കാനായിട്ടുള്ള കാരണം. സ്റ്റാർലിങ്ക് എന്ന് ഇന്ത്യയിൽ വരും എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഉടനെ തന്നെ വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 100-ലധികം രാജ്യങ്ങളിൽ സ്റ്റാർലിങ്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. സ്റ്റാർലിങ്കിനെ പറ്റി കൂടുതൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, സാറ്റലൈറ്റ് വഴി ഇൻ്റർനെറ്റ് സംവിധാനം എത്തിക്കുന്ന ഒരു രീതിയാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത്. നമ്മൾ താമസിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ ടവറിൻ്റെ കണക്ടിവിറ്റി ഇല്ല, അല്ലെങ്കിൽ വയേർഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കണക്ഷൻ സ്റ്റാർലിങ്ക് പോലെയുള്ള എന്തെങ്കിലും സംവിധാനമായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർടെല്ലും ജിയോയും ഒക്കെ സമാനമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. സാറ്റലൈറ്റിൽ നിന്ന് നേരിട്ട് ഒരു വീട്ടിലേക്ക് ഇൻ്റർനെറ്റ് എത്തിക്കുന്ന പദ്ധതികളുമായിട്ട് അവരും വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം എത്താൻ പോകുന്നത് സ്റ്റാർലിങ്ക് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ റിമോട്ടായിട്ടുള്ള പല നാടുകളിലും ഇത് വൻപൻ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്കും ഈ ഒരു കാര്യം വരാൻ പോകുന്നത്. ഇന്ത്യയിലെ പല റിമോട്ട് ആയിട്ടുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ ഇൻ്റർനെറ്റ് എത്തിക്കാമെന്നുള്ളതാണ് ഇവരുടെ വാഗ്ദാനം. പക്ഷേ ഇത് കൊള്ളാട്ടോ. പക്ഷെ ആളുകൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് എന്തൊരു വിലക്കുറവിൽ ഒരു കണക്ഷൻ കൊടുക്കണേ, എന്നെ അടിപൊളി ഓഫറാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ അടിപൊളി ഓഫറൊന്നും ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു മാസത്തേക്ക് 840 രൂപയാണ് ഇന്ത്യയിൽ മിക്കവാറും ഇവർ ചാർജ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സ്പീഡ് കൺട്രോൾ ഉണ്ടാവില്ല. അതായത് നമുക്ക് ആ സാറ്റലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ഇൻ്റർനെറ്റ് കിട്ടുകയാണ്. 840 രൂപയ്ക്ക് നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റ് തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ വീട്ടിലാകെ 3 പേരേ ഉള്ളൂ. 3 പേര് അംഗങ്ങളുള്ളൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ആ വീട്ടിൽ 40 Mbps സ്പീഡുള്ള കണക്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. 580 രൂപയാണ് ഞാൻ മാസം അടച്ചുകൊണ്ടിരിക്കുന്നത്. 840 പ്ലസ് ടാക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം പിന്നെയും ഒരു 1000-നടുത്തേക്കൊക്കെ പൈസ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 580 രൂപയ്ക്ക് 40 Mbps എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നല്ല ഓഫറാണ്. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കണക്ടിവിറ്റിയാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് സിനിമ കാണാനും അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ബ്രൗസ് ചെയ്യാനായിട്ടും വീട്ടിൽ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാനും ലാപ്ടോപ്പ് യൂസ് ചെയ്യാനായിട്ടൊക്കെ അത് മതി. അപ്പോൾ ഞാൻ പറയുന്നത് 840 രൂപ പ്ലസ് ടാക്സിന് ഞാൻ സ്റ്റാർലിങ്ക് എടുക്കണോ, അല്ലെങ്കിൽ 580 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ബ്രോഡ്ബാൻഡ് വയർഡ് കണക്ഷൻ എടുക്കണമോ, അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കണമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ചീപ്പാന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ 580 രൂപയ്ക്കാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇത് കോവിഡ് ടൈമിൽ ഇതിലും സ്പീഡുള്ള നെറ്റായിരുന്നു. ഞാൻ കുറച്ചുകൂടി പൈസ കൂടുതലായിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം വർക്ക് ഫ്രം ഹോമാണ്, കുറച്ചുകൂടി സ്പീഡ് വേണം. ഇതിപ്പോൾ ജോലിയൊന്നും നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാത്ത സാഹചര്യത്തിൽ പോലും 580 രൂപയ്ക്ക് 40 Mbps എനിക്ക് ഭയങ്കര നല്ല ഓഫറാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സ്റ്റാർലിങ്കിൻ്റെ പൈസ കുറവാണെന്നൊന്നും പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. സേതുവാണ് കൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Happy hours. കുറേ നാളായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ചോട്ടാ മുംബൈ റിലീസ് വരുന്നു. ചോട്ടാ മുംബൈ
മുംബൈ റീ റിലീസ് വരുന്നു എന്ന് പിന്നെ ഞാൻ കേട്ടു. അതായത് ഈ തുടരും സിനിമ വമ്പൻ ഹിറ്റായിട്ട് മുന്നോട്ട് പോകുമ്പോഴേ ചോട്ടാ മുംബൈ പിറക്കണ്ടോ, ലാലേട്ടൻ്റെ പിറന്നാളിൽ ചോട്ടാ മുംബൈ ഇറക്കാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നേച്ചാണ്. പിന്നെ ഈ വമ്പൻ ഹിറ്റായിട്ട് തുടരും പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യണത് എന്നൊക്കെ ഈ ചോട്ടാ മുംബൈ സിനിമയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ചില ആളുകൾ സൂചിപ്പിക്കുകയുണ്ടായിട്ടോ. അപ്പം അങ്ങനെ ജൂൺ 6 ചോട്ടാ മുംബൈ റീ റിലീസ് ചെയ്യാൻ പോകുന്നതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. 4K ഡോൾബി അറ്റ്മോസ് എന്നുള്ള ആ ഒരു സംവിധാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള രീതിയിലായിരിക്കും ഈ സിനിമ റീമാസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ റീ റിലീസ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാണാൻ കഴിയും ഉദയനാണ് താരം തിയേറ്ററിലേക്ക് വരുന്നതാണ്. ജൂൺ 20 ഉദയനാണ് താരം വരുന്നത്. 2 സിനിമകളുടെയും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രഗത്ഭരായിട്ടുള്ള മലയാളി റൈറ്റേഴ്സ് എഴുതിയിരിക്കുന്ന സിനിമയാണ്. ചോട്ടാ മുംബൈ എഴുതിയിരിക്കുന്നത് ബെന്നി പി നായരമ്പലം സാറും ഉദയനാണ് താരം എഴുതിയിരിക്കുന്നത് ശ്രീനിവാസൻ സാറുമാണ്. അപ്പോൾ 2 ഗംഭീര എഴുത്തുകാരുടെ സിനിമയാണ്. പക്ഷേ എൻ്റെ സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ സ്ഥിരമായിട്ട് OTTയിലും അതേപോലെ തന്നെ TV-യിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ഈ പറഞ്ഞ പോലെ ഈ ചോട്ടാ മുംബൈ ആണെങ്കിലും ഈ ഉദയനാണ് താരമാണെങ്കിലും രണ്ടും അങ്ങനെയാണ്. പിന്നെ എന്തിനാണ് തിയേറ്ററിക്കൽ റിലീസ് എന്തിനാണ് ഈ സിനിമയുടെ എന്നാണ്, അല്ലെങ്കിൽ റീ റിലീസ് എന്തിനാണ് ഈ സിനിമയുടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം വീട്ടിലെ കംഫർട്ടിൽ നമ്മൾ OTTയിൽ മിക്കപ്പോഴും ഇരുന്ന് കാണുന്നൊരു സിനിമ, TV-യിൽ വരുമ്പോൾ നമ്മൾ വിടാതെ കാണുന്നൊരു സിനിമ നമ്മളിനിപ്പോൾ തിയേറ്ററിലും കൂടി പോയ ആൾക്കാർ കാണുമോ? കാണാത്തൊരു സിനിമ നമുക്ക് റീ റിലീസ് ചെയ്ത് വീണ്ടും അതിൻ്റെ ഒരു അത്ഭുതം ജനങ്ങളിലേക്ക് എത്തിക്കാം. അല്ലെങ്കിൽ ഇവിടെ എങ്ങും കാണാൻ കഴിയാത്തൊരു സിനിമ വീണ്ടും നമുക്ക് തിയേറ്ററിക്കൽ റിലീസ് കൊടുക്കാന്ന് പറഞ്ഞ രസമാണ്. പക്ഷേ ഇത് എല്ലാവരും സ്ഥിരം കാണുന്നൊരു സിനിമ വന്നാൽ ആൾ കൂടിക്കയറുമോ എന്നുള്ളതാണ് ആളുകൾ ഓടിക്കയറുമോ എന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. എന്തായാലും എൻ്റെ സംശയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. സംശയങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നമ്മളിന്ന് പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി കൃത്യം 9 മണിക്ക് രാത്രി മഴ വരുന്നുണ്ട്. ഇന്ന് RJ ഷാരൺ ഏതൊക്കെ ഹിന്ദി പാട്ടുകളുമായിട്ടാണ് വരുന്നത്, ഏതൊക്കെ കഥകളാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യൂ. സേതുവാണ് കൂടെ, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്രം.